സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നമ്മൾ ഇഗ്നോ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇഗ്നോ രജിസ്ട്രേഷന് എല്ലാവർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ABCID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ABCID മാൻഡേറ്ററി ആണോ എന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കുന്നുണ്ട്. ABCID മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും ABCID നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ ഇഗ്നോൻ്റെ എക്സാം രജിസ്ട്രേഷൻ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ABCID മാൻഡേറ്ററി ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമ്മുടെ ABCID ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കും. അതായത് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. വളരെ സിമ്പിളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുക, ഡിജി ലോക്കറിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിജി ലോക്കറിൽ നമ്മുടെ ABCID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് എക്സാം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നെ സഹായിക്കാനായി എൻ്റെ രണ്ട് സ്റ്റുഡൻസും ഇവിടെയുണ്ട്. നമ്മുടെ മുഹസിനും ജഗത്തും ഇവിടെയുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും ABCID ക്രിയേറ്റ് ചെയ്ത് എക്സാമും രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ഇതിന്റെ പ്രോസസ്സ്. കമോൺ. ABCID ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധാർ റിലേറ്റഡ് ആണ് എല്ലാം. സോ ആധാർ വെരിഫൈഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിലുണ്ടാവണം. സോ ഒരു വർക്കിംഗ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടാവണം, കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഉണ്ടാവും. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. സോ ഈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഡിജി ലോക്കർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ABCID ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. യെസ്, നമ്മളെ ജഗത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, ഇതന്നെ. സോ ഇതാണ് ഡിജി ലോക്കർ. നമുക്ക് ലോഗോ കണ്ടാൽ മനസ്സിലാവും, ഡിജി ലോക്കറിൻ്റെ ലോഗോ. സോ ഇത് നമ്മൾ ആദ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. യെസ്, നമ്മളെ ജഗത്തിൻ്റെ ഫോണിൽ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് അടിച്ചോ, സ്കിപ്പ് ചെയ്തു. യെസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇത് സൈൻ ഇൻ അല്ലാത്തൊരു ഇൻ്റർഫേസ് ആണ്. അതായത് ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആയതേ ഉള്ളൂ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഇതിൽ സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുക. അപ്പോൾ കണ്ട സൈൻ ഇൻ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ജഗത്ത് ഇതുവരെ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ഡിജി ലോക്കർ ഉപയോഗിക്കുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഫുൾ നെയിം ഫിൽ ചെയ്യുക, ഡേറ്റ്, മന്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നും നമ്മളതിൽ സബ്മിറ്റ് ചെയ്യണം. അത് ഓർക്കണം, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വേണ്ട, ജസ്റ്റ് അക്കങ്ങൾ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യും ജഗത്തെ. ഇപ്പോൾ സെക്യൂരിറ്റി പിന്നെ ലാസ്റ്റ് ചോദിക്കും. സെക്യൂരിറ്റി പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും 1 2 3 4 5 6 അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ആപ്പിന് വേണ്ടിയിട്ടുള്ള പിന്നാണ്. സോ കുഴപ്പമില്ല. യെസ്, സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു OTPയുടെ ഒരു ബാർ വരും. അപ്പോൾ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യെസ്, ഓപ്പൺ ചെയ്യും. യെസ്, അതിനുശേഷം ആധാർ ചോദിക്കും. ജസ്റ്റ് ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അതിനുശേഷം എന്ത് വരും, വെരിഫൈ ആധാർ OTP. അതായത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരും. OTP വീണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്താൽ സംഭവം ക്ലീൻ. യെസ്, ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ജഗത്ത് ഇപ്പോൾ ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ ആധാർ കാർഡ് ഇവിടെ ലിങ്ക്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ആധാർ കാർഡിലെ ജഗത്തിൻ്റെ ഫോട്ടോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ. അപ്പോൾ ഇതാണ് ഡിജി ലോക്കറിൻ്റെ ഒരു ബേസിക് ഇൻ്റർഫേസ്. ഇനി ഇതിൽ വേണം നമുക്ക് ആഡ് ചെയ്യാൻ. ഇതിൽ നമുക്ക് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ആധാർ കാർഡ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഇഷ്യൂ ഡോക്യുമെൻറ്റ്സിൽ. സോ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ APAR-ID അല്ലെങ്കിൽ ABCID കൂടെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ABCID ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമുക്കിതെങ്ങനെ ABCID ഇതിൽ ഉണ്ടാക്കാൻ നോക്കാം. ജസ്റ്റ് സെർച്ച് ബാറിലേക്ക് പോവാം. സെർച്ച് ബാറിൽ പോയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം APAAR-ID. കണ്ട APAAR-ID bar ABCID കാർഡ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ക്ലിക്ക് ചെയ്യുക.
സോ ഇവിടെ ഓൾറെഡി പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ അഡ്മിഷൻ ഇയർ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ 2024 അഡ്മിഷൻ ഇയർ. പിന്നെ ഐഡൻറ്റിറ്റി ടൈപ്പ് എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. നമ്മൾ ഇഗ്നോൻ്റെ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. സോ ഐഡൻറ്റിറ്റി ടൈപ്പ് എൻറോൾ നമ്പർ കൊടുക്കുക. ഇവിടെ ഐഡൻറ്റിറ്റി വാല്യൂ കൊടുക്കുന്നത് നമ്മൾ എൻറോൾമെൻറ്റ് നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി പറ്റും. ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം ഇയർ സെലക്ട് ചെയ്തു, അതേപോലെ എൻറോൾമെൻറ്റ് നമ്പർ ഐഡൻറ്റിറ്റി ടൈപ്പ് എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തു. അതിനുശേഷം ഇത് കൊടുത്തു, നമ്പർ കൊടുത്തു. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ്. യെസ്, ഇപ്പോൾ നമ്മുടെ ABCID ഫെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും, ABCID എന്ന് പറയുന്നൊരു നമ്പർ കിട്ടും. ഈ നമ്പർ നമുക്ക് ആജീവനാന്തി ഈ ഒരു നമ്പർ മാത്രമേ കിട്ടൂ. അല്ലാണ്ട് ഒരാൾക്ക് 2, 3, 4, 5 നമ്പറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു നമ്പർ കിട്ടും. കണ്ട, ഇപ്പോൾ AAPRID ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ട, ഡിജി ലോക്കറിൽ ജഗത്തിൻ്റെ ABCID ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇത്ര സിമ്പിളാണ് ABCID ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഏത് കുട്ടിക്കും തൻ്റെ മൊബൈലിൽ വെച്ചിട്ട് സിമ്പിളായിട്ടത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മൂവ്സിനും ABCID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൂവ്സിൻ്റെ ABCID കാണാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഇഗ്നോൻ്റെ എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളെ TEE അപ്ലൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇഗ്നോൻ്റെ സൈറ്റിൽ കയറുക. യെസ്, നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ നമ്മളെ സൈറ്റിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മളെ രജിസ്റ്റർ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടേം ആൻഡ് എക്സാമിനേഷൻ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോട്ടീസൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുമില്ല, കെയർഫുള്ളി ഫിൽ ചെയ്യണം. പിന്നെ ഇതിൻ്റെ പൈസേനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഒരു പേപ്പറിന് 200 rupees വരുന്നത്, തിയറി പേപ്പറിന്. അപ്പോൾ നമ്മളിപ്പോൾ തിയറി പേപ്പറിൻ്റെ രജിസ്ട്രേഷനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസിൽ കാണാൻ വേണ്ടി പറ്റും ABCID നിർബന്ധമാണെന്നുള്ള കാര്യം കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ABCID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വായിച്ച് നോക്കുക. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഇതൊക്കെ വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുക നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും. പ്രോഗ്രാമിൽ BBA. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് വടകരയൊക്കെ കൊടുക്കാം. വടകര രജിസ്റ്റർ ചെയ്തവർക്ക് വടകര കൊടുക്കുക. ട്രിവാൻഡ്രം രജിസ്റ്റർ ചെയ്തവർ ട്രിവാൻഡ്രമാണ് കൊടുക്കേണ്ടത്. റീജിയണൽ സെൻറ്റർ മാറ്റരുത്. വേണമെങ്കിൽ നമുക്ക് എക്സാം എഴുതുന്ന സെൻറ്റർ വേണം നമുക്ക് മാറ്റാം. സോ എൻറോൾമെൻറ്റ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം കോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെക്യൂരിറ്റി കോഡും അടിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. യെസ്, നമ്മുടെ മൂവ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാം. നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ഏറ്റവും അടുത്തുള്ളത് 1441 ആണ്. നമ്മൾ മാർ യൂനിവേഴ്സ് കോളേജ് ആണ്. നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഇതിൽ പെടുന്നതാണ്. നമ്മളിപ്പം ഓൾറെഡി റീജിയണൽ സെൻറ്റർ സെലക്ട് ചെയ്തില്ലേ, ആ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് മാർ യൂനിവേഴ്സ് കോളേജ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, യെസ്, നമ്മളിവിടെ ജെൻഡർ, മൊബൈൽ, അതുപോലെ ഇമെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കേണ്ട ഇമെയിൽ ID നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ഏതാണോ അത് മാത്രമേ ഇവിടെ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ, വേറെ ഒന്നും കൊടുക്കരുത്. ഇവിടെ PWD കാൻഡിഡേറ്റ് ആണോ ചോദിക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ ചോദിക്കുന്നത്, നോ കൊടുക്കുക. സോ യെസ്, ഇവിടെ ആധാർ നമ്പറും ABCID കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. സോ അതുപോലെ തന്നെ ABCID ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ശരിക്കും സാധാരണഗതിയിൽ ലിങ്കിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതുവഴി നമുക്ക് അതിൽ എൻ്റർ ABCID ലിങ്ക് ചെയ്യുന്നൊരു ടാബ് ഉണ്ട്. ആ ടാബ് വഴിയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് ABCID എൻ്റർ ചെയ്യാം. യെസ്, ഇവിടെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ABCIDൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയൊക്കെ ഒരു കാര്യം പറയുന്നുണ്ടാവും. വായിച്ചു നോക്കാം.
അതിനുശേഷം ഡു യു ഹാവ് എൻ ABCID എന്നുള്ളതൊക്കെ യെസ് കൊടുക്കാം. അതിനുശേഷം ABCID നമ്പർ കൊടുക്കാം. സോ നമുക്ക് മൂസിൻ്റെ ABCID നമ്പറോട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യെസ്, ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, നമ്മൾ ABCID ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന നമ്പർ അവിടെ വന്നിട്ടുണ്ട്. സോ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഒരുപാടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് നമ്മളെ ഗ്രേഡ് കാർഡും മാർക്സും സർട്ടിഫിക്കറ്റും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ABCID നിർബന്ധമാക്കുന്നത്. സോ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പം നിർബന്ധമാക്കി വരുന്നുണ്ട്. ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലും കോഴ്സ് കഴിഞ്ഞ കുട്ടികളുടെ ABCID വഴി ഇപ്പം ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര മാൻഡേറ്ററി ആണ്, നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇനി നമുക്ക് ആധാർ നമ്പർ കൊടുക്കാം. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ കോഴ്സ് കോഡുകളാണ്. അത് നമ്മൾ ഓൾറെഡി ഇഗ്നോ നമുക്ക് എക്സാം ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, ടെനേറ്റീവ് ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് വഴി നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മളെ പരീക്ഷ എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കോഴ്സ് കോഡ് ഒരു കുട്ടി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമുക്കിവിടെ ഓപ്ഷൻ, ഇവിടെ 16 എക്സാംസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുമെങ്കിൽ പോലും നമുക്ക് 16 സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 4 മാത്രമേ ഈ സെമിസ്റ്ററിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂ. സോ ഇത് ഫസ്റ്റ് ടൈം എഴുതുന്നവർക്കോ സപ്ലി എഴുതുന്നവർക്കോ 2 പേർക്കും ഈ സെയിം പ്രോസസ്സിൽ തന്നെയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ പേപ്പറായിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. BGLA 136, യെസ്. അതിനുശേഷം BCOC 132, ദെൻ BCOS 183, ദെൻ BEVAE 181. ഈ 4 പേപ്പറാണ് നമുക്ക് ഈ സെമിസ്റ്ററിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ ആ 4 പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് ഇത് തന്നെയല്ലേ എന്ന്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പരീക്ഷ എഴുതേണ്ടി വരും. യെസ്. അതിനുശേഷം ഇവിടെ നേരെ താഴെ കാണാൻ വേണ്ടി പറ്റും ആർ അസൈൻമെന്റ് സബ്മിറ്റഡ് ഓർ വിൽ ബി സബ്മിറ്റഡ് ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ ദ എബോവ് കോഴ്സസ്. ഇത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇഗ്നോൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ് സബ്മിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പാസ്സായിട്ട് കാണിക്കില്ല. ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ, നോ കാണാൻ വേണ്ടി പറ്റില്ല. ഇതിനർത്ഥം ഇത് മാൻഡേറ്ററി ആണെന്നാണ്, അതായത് അതില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇതിനർത്ഥം പറഞ്ഞ ഡേറ്റിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ്. നെക്സ്റ്റ് നമ്മളെ സ്റ്റുഡൻറ് സപ്പോർട്ട് സർവീസിൻ്റെ അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് എത്രയാണ് നമ്മൾ പേ ചെയ്യുമ്പോൾ ഫീസ് എന്ന് കാണിക്കുന്നത്. നമ്മൾ ഒരു പേപ്പറിന് നമ്മൾ 200 രൂപയാണ് അടക്കുന്നത്, തിയറി പേപ്പറിന്. പ്രാക്ടിക്കലിനാണെങ്കിൽ ചാർജസ് എക്സ്ട്രാ വരും. നമുക്കിപ്പം പ്രാക്ടിക്കൽസ് ഇല്ല, അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. സോ ഇവിടെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, നമ്മുടെ എക്സാം സെൻറ്റർ കോഡ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. സോ നമ്മളെ പേപ്പേഴ്സ്, സ്കൂൾ സെലക്റ്റഡ്, ഇതൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് നോക്കുക. പിന്നെ യെസ്, പിന്നെ നമ്മളെ മോഡ് ഓഫ് പേയ്മെൻറ്റ് കാർഡാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്കിവിടെ ബാർ കോഡ് അവൈലബിൾ ആയിരിക്കും, QR കോഡ് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഗൂഗിൾ പേ വഴിയും എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ വേണോ സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് 1 ഗേറ്റ് പേ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ജസ്റ്റ് 800 രൂപീസാണ് ഇപ്പം 4 പേപ്പറിന് വരുന്നത്. നമുക്ക് പേ നൗ കൊടുത്ത് നോക്കാം. സോ നമുക്കിവിടെ സ്റ്റുഡൻറ്റിൻ്റെ പേരും ബാക്കി പ്രൈസ് സമ്മറി ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. UPI വഴി കാർഡ്, നെറ്റ് ബാങ്കിങ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിൽ QR കോഡ് വഴി നമുക്ക് സ്കാൻ ചെയ്യാം. നമുക്കൊരു QR കോഡ് ഇവിടെ തെളിഞ്ഞു വരും. അപ്പോൾ യെസ്, നമ്മളെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു പേജിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റഡി സെൻറ്ററും ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ പേരിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ABCID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. ആധാർ ലിങ്ക്ഡ് ആയിരിക്കണം, മൊബൈൽ ഫോൺ. ഇത്രയും പ്രോസസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.